ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടൊരു ഹൽവ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നന്നായി കഴുകിയ ശേഷം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞാനിത് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മളിതിൻ്റെ മാവാണ് നമ്മളിത് ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിത് അരച്ചിട്ട് കൊണ്ടുവരാം. ഇത് നന്നായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 തവണയെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം. എങ്കിലേ ഇതിൽ ബാക്കി കിടക്കുന്ന വേസ്റ്റൊക്കെ മാറുള്ളൂ. ഇപ്പം ഞാൻ നന്നായിട്ടൊരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഹൽവ തയ്യാറാക്കാൻ നമുക്ക് എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രമാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഏത് കപ്പിലാണോ ഗോതമ്പ് നുറുക്ക് എടുത്തത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കര കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉരുക്കിയ ശേഷം അരിച്ചെടുത്തതാണ് ഇപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ശർക്കര പാനിയും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഗോതമ്പ് നുറുക്കിൻ്റെ പാലും കൂടെ നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം ഈ ഗോതമ്പ് നുറുക്കിൻ്റെയും ഗോതമ്പിൻ്റെ കൊണ്ടൊക്കെ ഹൽവ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ട കെട്ടാതെ തന്നെ ഇളക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് കപ്പിലാണോ ഗോതമ്പ് നുറുക്കെടുത്ത അതേ കപ്പിൽ തന്നെയാണ് തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും എല്ലാം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അപ്പം ഞാനിതിലേക്കിപ്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഹൽവയുടെ കളറെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയുടെ കളറിനനുസരിച്ചിരിക്കും. നല്ല ബ്ലാക്ക് കളർ ഉള്ള ഹൽവ കിട്ടും, നല്ല കളറുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ഇത് കട്ടിയാവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൈ വിടാതെ തന്നെ നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഹൽവയ്ക്ക്. ഇതുപോലെ നമുക്ക് ഓരോ സ്റ്റേജിലായിട്ട് കുറേശ്ശെയായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അതുവരെ നമ്മൾ കുറേശ്ശെയായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഇതിലേക്ക്. അപ്പം ഞാനിതിന് മുമ്പ് പപ്പായ വെച്ചിട്ട് ഒരു ഹൽവ ചെയ്തിട്ടുണ്ടായിരുന്നു, പച്ച പപ്പായ വെച്ചിട്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് കാണുക. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും കൊടുത്തേക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഹൽവയാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഹൽവയാണിത്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് പാത്രത്തിൽ നിന്നൊക്കെ ചെറുതായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് വീണ്ടും കുറേശ്ശെയായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും തന്നെ കൈവിടാതെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കൈവിട്ട് കഴിയുമ്പോൾ ഇതിലേക്കൊരു കട്ട കെട്ടൽ വരും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഹൽവ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പം ഞാനിതിലേക്ക് വീണ്ടും 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് മൊത്തം ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്ന ശർക്കരയ്ക്ക് കളർ കുറവാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹൽവയുടെ കളർ ഈ കളറ് വന്നിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൽവയ്ക്ക് നല്ല കളർ വരും. അപ്പോൾ കൈവിടാതെ തന്നെ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാനിതിലേക്ക് വീണ്ടും 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം ആദ്യം മുതൽ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നമുക്ക് കാണാം ഇത് ഏകദേശം പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹൽവ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോഴാണ് നമുക്ക് ഹൽവയുടെ പരുവമാകുന്നത്.
ഇതിലെ വെള്ളമയമൊക്കെ മാറിയിട്ടാണ് ഇത് നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ഹൽവ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, നെയ്യും ചേർത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടോ, ഏകദേശമൊക്കെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. പക്ഷേ ആയിട്ടില്ലെന്നാൽ കുറച്ചും കൂടെ ആകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വീണ്ടും നെയ്യ് ചേർക്കണം. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ കടലയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായി. ഇപ്പം ഞാനിതിലേക്ക് വീണ്ടും 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ മൊത്തം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ഹൽവയുടെ സൈഡിലൊക്കെ നന്നായിട്ട് നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഹൽവ നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ടും വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഹൽവ ഏകദേശം പരുവമായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. സൈഡിൽ എപ്പോഴും ഹൽവ എപ്പോൾ റെഡി ആകുന്നോ ആ സമയത്ത് നമുക്ക് സൈഡിൽ നെയ്യ് നന്നായിട്ട് തെളിഞ്ഞ് കാണാം. ആ സമയത്ത് നമ്മുടെ ഹൽവ റെഡിയായി എന്നുള്ളതാണ്. അപ്പോൾ 2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഹൽവ. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഈ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മുടെ ഹൽവ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് തണുക്കാൻ വെക്കാം ലെവൽ ചെയ്ത ശേഷം. അപ്പോൾ ഇതൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂറോളം ഒന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഹൽവയാണിത്. അപ്പോൾ ഇരിക്കട്ടെ. ഇതാ നമ്മുടെ ഹൽവയുടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് മുറിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ.